ഹായ് ഡോക്ടർ ജൂനിയേഴ്സ്. അങ്ങനെ വീണ്ടും ഒരു എക്സാം കാലം വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ഒരു അക്കാദമിക് ബ്രേക്കിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പഠനം ഉഷാറാക്കുന്നതോടൊപ്പം തന്നെ പലരും പറയുന്നൊരു പരാതിയുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പലപ്പോഴും എത്ര പഠിച്ചിട്ടും തലയിൽ ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് മറന്നു പോകുന്നു, അധിക സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും പഠിച്ച കാര്യങ്ങളൊന്നും പിന്നെ ബ്രെയിനിലേക്ക് ഫീഡ് ആവുന്നില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പം അതിനുള്ള ചില കുറുക്ക് വഴികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠനം ആയാസരഹിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് പോമോഡോറോ അപ്രോച്ചാണ്. എന്താണ് ഈ പോമോഡോറോ അപ്രോച്ച്? ഈ കേൾക്കുന്ന പേര് പോലെ അത്ര ഡിഫിക്കൽട്ടൊന്നും അല്ല കേട്ടോ ഈ അപ്രോച്ച്. ഈ അപ്രോച്ച് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഇടവേളകളാക്കി പഠിക്കുക. അതായത് ഒരു 25 മിനിറ്റിൻ്റെ ചെറിയ ചെറിയ ഇടവേളകളാക്കി പഠിക്കുക. 25 മിനിറ്റ് പഠിക്കുന്നു, പിന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും ഒരു 25 മിനിറ്റ് പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്താവും, ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. നമ്മൾ ഒരേ ഇരിപ്പിൽ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? ബ്രെയിൻ മടുത്തു പോകും. ഓക്കെ, അപ്പോൾ ബ്രെയിനെ മടുപ്പിക്കാണ്ട് മുഷിപ്പിക്കാണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നാണ് പോമോഡോറോ അപ്രോച്ച് പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഫ്രെയിംമാൻ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ പഠിക്കുക. അതായത് നിങ്ങൾ ഒരു മിററിന് മുന്നിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്യുക, സ്വയം പഠിപ്പിക്കുന്ന പോലെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കൊച്ചു അനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയുണ്ടാവും. അവരാരാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുക അവരെ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ലേണിംഗ് പ്രോസസ്സ് നടത്തും. അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതിനേക്കാൾ ആക്റ്റീവാണ് നമ്മൾ ആ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് വരും. അടുത്ത മെത്തേഡാണ് ഡ്യുവൽ കോഡിംഗ് മെത്തേഡ്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ വായിച്ച കാര്യത്തിൽ നിന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം നോക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്തരത്തിലുള്ള നുറുങ്ങ് ഷോർട്ട് കട്ട്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോക്ടർ ജൂനിയറിലെ എല്ലാ കുട്ടികൾക്കും അടിപൊളി എക്സാം കാലഘട്ടം ആശംസിക്കുന്നു. എക്സാം പൊതുവെ എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ എനിക്കറിയാം ഡോക്ടർ ജൂനിയറിൽ ഒരു വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ എക്സാം ഒരു പേടിയല്ല. കാരണം എന്താണ്, അവർ വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഇനിയും സ്ട്രോങ് ആയിട്ട് പഠിക്കും. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടിയ ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങളുടെ ഫൈനൽ എക്സാം. ഫൈനൽ എക്സാം എന്ത് ചെയ്യുക, നിങ്ങൾ തകർത്ത് വാരുക. അപ്പം ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.